ആംബർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ജൽമഹൽ കാണാനാട്ടോ പോയത്. പക്ഷെ ഞങ്ങൾ പെൺപിള്ളേർ മഹലൊന്നും കണ്ടില്ല, പകരം ജയ്പൂരി പെൺപിള്ളേരെ പോലെ വേഷം കെട്ടിക്കുന്ന സ്ഥലമാട്ടോ കണ്ടത്. ഹാർഡ് കോപ്പി ആയിട്ട് ഒരു ഫോട്ടോ എടുക്കണതിന് 100 രൂപയായിരുന്നേ. അങ്ങനെ പിന്നെ അതും എടുത്തു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ചെന്നിട്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കുമായിരുന്നു ഫുഡ് ഓർഡർ ചെയ്യാണ്ട്. അത്രയും നല്ല മെനു ആയിരുന്നു കയ്യിൽ തന്നത്. ഞങ്ങളുടെ ഇരിപ്പ് കണ്ട് ഞങ്ങളുടെ ബോധം ഇപ്പോൾ പോകുമെന്ന് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നത് അപ്പുറത്തിരുന്ന അവന്മാർ ഞങ്ങളെ വാ ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു അരമണിക്കൂർ ചർച്ചയൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. പറയാണ്ടിരിക്കാൻ വയ്യ, വളരെ നല്ല രീതിക്ക് മോശമായിട്ടുള്ള ഫുഡായിരുന്നേ. വെട്ടി എറിഞ്ഞ് കുറേ പച്ചക്കറിയിൽ വേവാത്ത അരിയും ഇട്ട് തന്നതായിരുന്നു കേട്ടോ ഫുഡ് എന്ന് പറയുന്നത്. പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ജന്തർ മന്ദറിലോട്ടാട്ടോ പോയത്. എൻ്റെ മാത്രം പ്രശ്നമായിരുന്നു എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ആ സ്ഥലത്തിൻ്റെ ടെക്നോളജി എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 അവസ്ഥ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 വരെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ആയിരുന്നേ. ഷോപ്പിങ്ങിന് പോയിട്ടാണെങ്കിൽ ഈ കുരിപ്പ് മുറി ഹിന്ദിയും വെച്ചുകൊണ്ട് സകല കടയിലും കയറി ബാർഗെയിനിങ്. ഒരു കമ്മൽ കടയിൽ കയറിയിട്ടാണെങ്കിൽ ട്രിവാൻഡ്രം ചാല മാർക്കറ്റ് 30 രൂപയ്ക്ക് കമ്മൽ കിട്ടുമെന്ന്. അവസാനം അങ്ങേര് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ പോയി വാങ്ങിയാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഗൈസ്. ആ കടയിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കുരിപ്പിനെയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയിലോട്ട് കയറിയേ. കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴേ അവന്മാർ തലയിൽ കൈവച്ച്. അവസാനം ഇതിൻ്റെ ഹിന്ദിയും കൂടെ കേട്ടപ്പോഴേക്ക് ശല്യങ്ങളൊന്നും ഒഴിഞ്ഞു പോട്ടെന്നും പറഞ്ഞുകൊണ്ട് 250 പറഞ്ഞ സാധനം ഞങ്ങൾക്ക് 180 രൂപ തന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കണ്ട ഹിന്ദിക്കാർ ഓട്ടോക്കാരന്മാരെല്ലാം തെറിയും വിളിച്ചിട്ട് വരുന്നു നോക്ക്. ഇത് ഞങ്ങൾക്കും കൂടെ അടി മേടിച്ച് തന്നിട്ടേ പോകത്തുള്ളൂ. എന്റെ കിളി എന്റെ തലയിൽ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കൊരു കിളിയും പോയി, എന്റെ കിളി പോയി അവക്കോ പോയിരിക്കും.